ഹായ്, വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള അടയാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വരിക്കച്ചക്കയുടെ പഴമാണ്. നമുക്കിനി ഈ ചക്കപ്പഴം കുരുവെല്ലാം കളഞ്ഞ് നന്നായിട്ട് നുറുക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് നല്ലപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലെടുത്ത് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചക്കപ്പഴം എല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 250 ഗ്രാം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയെല്ലാം നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു 3 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇടിയപ്പം പത്തിരിപ്പൊടിയാണ്. അപ്പത്തിൻ്റെ പൊടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതൊരു ഇച്ചിരി റഫായിട്ട് എനിക്ക് തോന്നി. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പുപൊടി കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. ചക്കപ്പഴം വേണമെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്താലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന് കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ ചക്കപ്പഴം മൊത്തമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കിയിട്ട് അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ഓരോ സ്പൂണിലായിട്ട് എടുത്ത് നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിതുപോലെ ചെയ്യാൻ കഴിയും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ അടയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കിടക്കുവാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അടയെല്ലാം നമുക്ക് പെറുക്കി വെക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് അരമണിക്കൂർ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ അടയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.